ക്യാരക്ടറിന് വേണ്ടി ഒരു പ്രിപ്പറേഷനോ ഒന്നിനും ശ്രമിക്കേണ്ട. നിങ്ങളായിട്ട് എൻ്റെ മുമ്പ് വന്നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ നിങ്ങളെ യൂസ് ചെയ്തോളാം, അതെനിക്കറിയാം. ഒരു ഗവൺമെൻറ് ജോലി ക്വിറ്റ് ചെയ്തിട്ട് ആക്ടിങ്ങിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡിസിഷനാണ്. ആ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ച ഘടകം എന്തായിരുന്നു ചേട്ടനെ? കോൺഫിഡൻസ്, അത് മാത്രമേ ഉള്ളൂ. കളങ്കാവലിനുണ്ട്. കളങ്കാവലിൽ എങ്ങനെ മമ്മൂട്ടിയായിട്ട് കോംബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? കോംബോയ്ക്ക് അപ്പുറത്തേക്ക് കുറേ ദിവസം നമ്മളേറ്റവും കൊതിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് കളങ്കാവലിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ സീൻ കാണുന്ന എല്ലാവരും എനിക്കൊന്നും ചെയ്യേണ്ട ഫാനായി പോകും. അതൊക്കെ പിള്ളേരിങ്ങനെ നോക്കി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സമയത്ത് തന്നെ ഊബർ എത്തി ഞാൻ കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഊബറിൻ്റെ കുറുകെ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തിയിട്ട് ചേട്ടാ ജസ്റ്റ് ഒന്ന് കണ്ടോട്ട് കേട്ടോ, അത് കൺഗ്രാറ്റ്സ് പറയാനാണ് എന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞു. ഭയങ്കര സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. അവർക്കാർക്ക് വിശ്വസിക്കാൻ വയ്യായിരുന്നു. ഒരു പോലീസുകാരനായി ഞാനൊരു കടൽ മത്സ്യത്തൊഴിലാളിയായിട്ട് അഭിനയിച്ചത് ഞാൻ തന്നെയാണെന്നുള്ള പേരിൽ പലരും അന്വേഷിച്ചു വന്നായിരുന്നു. ചെയ്യുന്ന ഓരോ മൊമെൻറ്റും അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റുകളാണ്. ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തൊന്ന് ഞാൻ ഇങ്ങനെ എന്താ ഒരു സ്റ്റേ ആയി ക്യാമറ. അപ്പോൾ അവിടത്തേക്ക് ലാലട്ട അതിങ്ങനെ എൻ്റെ വന്ന് ഇങ്ങനെ സ്ലോ ആയി നിൽക്കുകയാണ് സാധനമാണ്. ഞാനങ്ങ് ഞെട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കാര്യം എന്നെ ആദ്യമായിട്ട് ശ്രീകുമാർ തിയേറ്ററിലെ ആ വലിയ സ്ക്രീനിൽ ഇങ്ങനെ നിറച്ചങ്ങ് നിർത്തിയേക്കാണ്. എൻ്റെ അമ്മേ, എനിക്ക് വേറെ ചുറ്റും ഒന്നും കാണാൻ വയ്യ, ഒന്നും അറിയാൻ വയ്യ. നല്ല രീതിയിൽ ചീത്തവിളി പറഞ്ഞിട്ടുണ്ട്, അതും എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഈ ലാലേട്ടൻ്റെ മകൻ്റെ കൂടെയാണ് ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തത്. അതൊരു ഭയങ്കര ഒരു എന്താ പറയാനാ, അതൊക്കെ ഈ വിധിയുടെ വിളയാട്ടം. ഇന്നത്തെ ലോകം അറിയുന്ന വേടന് മുമ്പുള്ള വേടനെയാണ് എനിക്കറിയുന്നത്. ദിലീപേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു, ഇവിടെ അത് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. മമ്മൂട്ടി സാർ പടം കണ്ടിട്ടില്ല, പക്ഷെ ഇന്നലെ ഞങ്ങൾ അവാർഡ് എൻ്റെ ഭാഗമായിട്ട് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ചെന്ന് കണ്ടപ്പോഴത്തേക്കും നിൻ്റെ സിനിമ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, നന്നായി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ്.